കൊള്ളാം. പുത്തൻ ഷർട്ടാണ്. ഏയ് ചുമ്മാ. എടാ വനജയെ കൊച്ചൊന്നിടാ. അവരെ അകത്ത് കയറ്റി ഇരുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ അകത്തുനിന്ന് സിനിമ കാണുന്നൊരു സുഖം വേറെ തന്നെ. അതുള്ള ചേട്ടാ ഒന്നും അപ്പുറത്തിരിക്കാം കേട്ടോ. തുടങ്ങി അവന്റെ കട്ടി കൊലക്ക് കൊടുക്കല്ലോളിയോ. ഇന്ന് ആള് കുറെ കൂടിയിട്ടുണ്ടല്ലോ മാധവ. ആളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാ ദിവസവും വേണ്ടടാ. ഇതുപോലുള്ള ചെറിയ ചെറിയ ടോക്കീസുകളൊക്കെ ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുക. അതെ, ജനറേറ്ററിന് ആരെയും സംശയം കരണ്ടെങ്ങാനും പോയ പണി പാടും. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു ഒന്ന് ഇറങ്ങി പോടാ. 3-4 ഇന്റർവ്യൂ കൊടുക്കും. ഒരുത്തന് പിന്നെ ഒന്നും അറിയണ്ട. അവൻ അറിയാവുന്ന പണി അവൻ താഴെ ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. കരഞ്ഞു പണ്ടോറായിട്ടോ. താക്കോല് കളയണ്ടായിരുന്നു, മണ്ടത്തരമായി പോയി. ഞാനൊന്ന് കിടന്നോട്ടെ. നീ എന്റെ മുഖത്ത് റോക്കറ്റ് കളിക്കും. എങ്ങോട്ടാണ് നോക്കുന്നത്? അണ്ണന്റെ റോക്കറ്റിലോട്ട് അല്ല, മുഖത്തോട്ട് നോക്കണം. മോനെ പോത്താ, ഇന്ന് റോക്കറ്റ് അല്ലേ വിട്ടുള്ളൂ, നാളെ ചിലപ്പോ ഞങ്ങൾ ആറ്റം ബോംബ് വിട്ടെന്നിരിക്കും കേട്ടോ. സോറി, കടലായിരുന്നു. നമ്മുടെ ഓട്ടോയുടെ ഹെഡ്ലൈറ്റ് ആരണ്ട് പൊട്ടിച്ചെണ്ണ. മൈ ഗോഡ്, അണ്ണാ അണ്ണന്റെ ഹെഡ്ലൈറ്റ് അണ്ണ പൊട്ടിച്ചു. ഇവന്മാര് തന്നെ പൊട്ടിച്ചു. എന്തെങ്കിലും പറയണ? ഇത് ഇവിടെ തീർന്നെന്ന് വിചാരിക്കണ്ട. തീർന്നില്ലെങ്കിൽ നിന്നെയൊക്കെ അടുത്ത ഉത്സവത്തിനെടുത്തോളാം. കഴിഞ്ഞ കഴിഞ്ഞോ? മോനെ ശ്രീ ബിജു, നീ ഞങ്ങളുടെ പൊന്നാവരം കോട്ട കേറി പെഞ്ചാമരം വീശല്ലേ. മാധവോ, എന്തോ നമ്മുടെ പലിശ കണക്ക് നോക്കിയപ്പോഴേ മൊത്തത്തിലൊരു നഷ്ടക്കണക്കാണല്ലോ. ഗോവാച്ചാ, മാധവന്റെ നഷ്ടക്കണക്ക് കൈയോടങ്ങ് വാങ്ങിച്ചു. അയ്യോ, ഞാനത് വീട്ടിലേക്ക് അങ്ങ് എത്തിച്ചോളാം മേനോ സാറേ. ശരി ശരി. പാടം ഭയങ്കര ബോറാണല്ലോ. പിള്ളേർക്ക് കാണാൻ പറ്റിയ ശ്രീരാമ പട്ടാഭിഷേകം, ഭക്തപ്രഹ്ലാദ, അങ്ങനത്തെ പടങ്ങളൊന്നും തൻ്റെ കയ്യിലില്ലേ? അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ഈ അടിയിടിയും മരഞ്ചുറ്റി പ്രേമൊക്കെ ആണല്ലോ മേനോ സാറേ താല്പര്യം. ഗോവാച്ചാ, നോക്കി നിൽക്കാതെ വണ്ടി എടുക്ക്. ശ്രീദേവി ഞാന് വെറും പൊട്ടനല്ല കേട്ടാ. പോയി എത്ര വേനറിയോ? വിളിച്ചോ